ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ഭാഗമാണ്. നമുക്ക് അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി പഠിക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുണ്ടല്ലോ, നമ്മുടെ ഓർമ്മയിലുണ്ടാവും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കാം. ആരാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തി ആരാണ്? അത് MN റോയ് ആണ്, അല്ലേ? MN റോയ് ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ആരെന്ന് ചോദ്യം വന്നാൽ അത് MN റോയ് ആണ്. ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി. സ്വരാജ് പാർട്ടിയാണ്. ഓക്കെ, സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. ഓപ്ഷനിൽ എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും, ശ്രദ്ധിച്ച് പഠിക്കുക. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇനി എപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് INC എപ്പോഴാണ് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ INC ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ്. അതാണ് ആദ്യത്തെ ഗ്രാമ സമ്മേളനം എന്നറിയപ്പെടുന്നത്, അല്ലേ? ആദ്യ ഗ്രാമ സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അത് ഫൈസാപൂർ സമ്മേളനമാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ആദ്യം ആവശ്യപ്പെട്ട പാർട്ടിയും ആദ്യം ആവശ്യപ്പെട്ട വ്യക്തിയും അദ്ദേഹം, അതായത് MN റോയ് എങ്ങനെയാണ് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. അദ്ദേഹം 1934, ആ വർഷം കൂടെ ഒന്ന് അറിഞ്ഞു വെക്കണം. ആദ്യം ആവശ്യപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ MN റോയ് ആണ്. അത് കിട്ടും, MN റോയ്. ഓക്കെ, MN റോയ് ആണ് ആദ്യം ആവശ്യപ്പെട്ടത്. 1934 ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 1934 എന്നുള്ള വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വർഷം നോട്ട് ചെയ്ത് വെക്കേണ്ടത് 1937 ഫൈസാപൂർ സമ്മേളനമാണ്. ഓക്കെ, 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ് ആദ്യം ഔദ്യോഗികമായിട്ട് INC ആവശ്യപ്പെട്ടത്. എന്നാൽ INC ആദ്യം അതിനെപ്പറ്റി ചെറിയ ചർച്ച നടത്തിയത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചാൽ 1935 ബോംബെ സമ്മേളനത്തിലാണ്. 1935 ബോംബെ സമ്മേളനം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി നോക്കാം. ആദ്യത്തെ പോയിന്റ് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. അതെ അല്ലെ, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ, അതായത് ശുപാർശകളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഇതും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്യാബിനറ്റ് മിഷനെ പറ്റി നമ്മൾ പഠിക്കണം. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളെ പഠിക്കണം. ക്യാബിനറ്റ് മിഷനെ ഇങ്ങോട്ട് അയച്ച പ്രധാനമന്ത്രി, അതായത് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദ്യം വരും. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കാം. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ് എന്നീ 3 അംഗങ്ങളാണ് ഏതിലുണ്ടായിരുന്നത്? ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്ന വർഷം ഒന്ന് പഠിച്ചു വെച്ചോ. 1946 മാർച്ച് 24-നാണ്. മാർച്ച് 24-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം പഠിച്ചോ, 1946 മാർച്ച് 24. പ്രധാനമായിട്ടും 2 വർഷങ്ങളാണ് ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതും പിന്നെ ഏതാണ്? മെയ് 16-മാണ്. 1946 മെയ് 16. അതെന്താണ്? ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതാവും ചിലപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ്. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 1946 മെയ് 16-നാണ്. ഓക്കെ, മെയ് 16. മെയ് 16. അപ്പൊ ഏതൊക്കെയാണ് 2 ഡേറ്റുകൾ പഠിച്ചത്? മാർച്ച് 24 മെയ് 16. മാർച്ച് 24 മെയ് 16. 1946 മാർച്ച് 24-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയത്. ഇനി റിപ്പോർട്ട് സമർപ്പിച്ചത്, ക്യാബിനറ്റ് മിഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് മെയ് 16-നുമാണ്. ഓക്കെ, ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. ഒന്ന് റിപ്പീറ്റ് ചെയ്തു പോവാ. പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ് എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങൾ. പിന്നെ നമ്മളോട് ചോദ്യം വരും, ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിക്കും. അതാരാണ്? ക്ലമന്റ് ആറ്റ്ലി ആണ്. ആരാണ്? ക്ലമന്റ് ആറ്റ്ലി ആണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. പഠിച്ചു വെച്ചോ, കാരണം 3 അംഗങ്ങളാണ്. നാലാമതൊരാൾ ഓപ്ഷനിൽ തന്നിട്ട് ചോദിക്കും അംഗങ്ങളിൽ പെടാത്തത് ആര്. അപ്പൊ ഈ 3 അംഗങ്ങളുടെ പേരും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ് എന്നിവരാണ്
ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത്, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയത് എപ്പോഴാണ് ചോദ്യം വന്നത് എപ്പോഴാണ്? 1946 മാർച്ച് 24. മാർച്ച് 24 ഇന്ത്യയിലേക്ക് എത്തി. റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ മെയ് 16. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് അത് 1946 ഡിസംബർ 6-നാണ്. കുറച്ച് ഡേറ്റുകൾ ഞാൻ പറഞ്ഞു തരട്ടെ. നമുക്ക് ആദ്യം ഡേറ്റുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ഓരോ ഓപ്ഷൻസും വായിച്ചു പോവാം. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അതായത് ഒരു ഗ്രൂപ്പ് രൂപീകൃതമായത്. ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഈ വാക്കുകൾ, വലിയ വലിയ വാക്കുകളൊക്കെ ഒന്ന് മൈൻഡിൽ നിന്ന് കളഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന്, നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് 1946 ഡിസംബർ 6-നാണ്. ഇനി ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി, നമ്മൾ ഇന്ന് ഗ്രൂപ്പുകളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഇത്രയും ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട് എന്നൊക്കെ തീരുമാനിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചു. അപ്പൊ നമ്മൾ പറയാണ് ആദ്യ സമ്മേളനം നമുക്ക് ഡിസംബർ 9-ന് നടത്താം. അപ്പൊ ഡിസംബർ 6 എന്നുള്ളത് ആദ്യ സമ്മേളനം നടന്നതല്ല, ഇത് ഗ്രൂപ്പ് രൂപീകൃതമായതാണ്. അതായത് നമ്മുടെ സഭ രൂപീകൃതമായത്, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. എന്നാൽ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ അത് ഡിസംബർ 9-നാണ്. ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം നടന്നത്. രണ്ടും മാറിപ്പോകരുത്. ആദ്യ സമ്മേളനം രൂപീകൃതമായതും ഒരു ദിവസമല്ല. രൂപീകൃതമായത് 1946 ഡിസംബർ 6-നും ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9-നുമാണ്. ഓക്കെ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഡേറ്റ് ഡിസംബർ 11-ആണ്. ഡിസംബർ 11. കാരണം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതായത് ആദ്യ സമ്മേളനം ഞാൻ പറഞ്ഞു, നമ്മൾ ഡിസംബർ 6-ന് ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് രൂപീകൃതമാക്കി. ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നമ്മൾ തീരുമാനിച്ചു. പക്ഷെ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല, ആരാവണം അധ്യക്ഷൻ എന്ന് നമ്മൾ തീരുമാനിച്ചില്ല. അപ്പൊ ഡിസംബർ 9-ന് സമ്മേളനം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, അപ്പൊ ആരാ അധ്യക്ഷനാവും? നമ്മൾ അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു മീറ്റിംഗ് ആദ്യമായിട്ട് സംഘടിപ്പിക്കുമ്പോൾ, അതായത് നമ്മളൊരു സഭ ഇങ്ങനെ തന്നെ നല്ലൊരു സഭ രൂപീകരിച്ച് ആദ്യം ഒരു മീറ്റിംഗ് അവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ ആദ്യ അധ്യക്ഷനെ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ, അധ്യക്ഷനെ പെട്ടെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മൾ ആരെയാവും അധ്യക്ഷനാക്കുക? നമ്മൾ ആ ഗ്രൂപ്പിലുള്ള ഏറ്റവും പ്രായം കൂടിയ ആള്. അതാരാണ്? ഇവിടെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അതുകൂടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇത്തിരി പ്രായം ചെന്ന ആളെ നമ്മൾ എന്താക്കും? അധ്യക്ഷനാക്കും. പക്ഷെ അത് ആദ്യ സമ്മേളനമാണ്, അതായത് ആദ്യ മീറ്റിംഗ് ആണ്. ഓക്കെ. ആദ്യ മീറ്റിംഗിൽ നമുക്ക് ഉണ്ടാവുക ഒരു താൽക്കാലിക അധ്യക്ഷനാണ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതായത് ഡിസംബർ 9-ന് നമുക്ക് നടന്ന സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പൊ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9-നാണ്. ഓക്കെ. പിന്നെ ഈ ഡിസംബർ 11 എന്തിനാന്ന് ചോദിച്ചാൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. അപ്പൊ ഒരു സ്ഥിര അധ്യക്ഷനെ നമ്മൾ വെക്കണ്ടേ? അപ്പൊ താൽക്കാലിക അധ്യക്ഷൻ മാറി, അതായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ മാറി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിര അധ്യക്ഷനായത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഡിസംബർ 11-നാണ്. 1946 ഡിസംബർ 11. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസംബർ 13. ഓക്കെ. ഡിസംബർ 13 ഇതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് ചോദ്യം വരും. എപ്പോഴാണ്? 1946 ഡിസംബർ 13-നാണ്. അപ്പൊ ഏതൊക്കെ ഡേറ്റ് പഠിച്ചു? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് എപ്പോഴാണ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും 1946 ഡിസംബർ 6-നാണ്. ഓക്കെ. ഡിസംബർ 9 അല്ല. ഡിസംബർ 9-ന് പോയി കറുപ്പിക്കരുത്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യ യോഗം നടന്നത് എപ്പോഴാന്ന് ചോദിക്കും. അതായത് ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ അത് ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം നടന്നത്. ഓക്കെ. അപ്പൊ രൂപീകൃതമായത് ഡിസംബർ 6-നും 3 ദിവസം കഴിഞ്ഞ് നമ്മളിങ്ങനെ പരിപാടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊരു വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പരിപാടി നമുക്ക് സെറ്റ് ചെയ്യണ്ടേ? അപ്പൊ അതിനുള്ള ഒരു 3 ദിവസമാണ് ആലോചിച്ചാൽ മതി. ഒരു വലിയ സമ്മേളനം നടക്കണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം, അതിനൊരു സ്റ്റേജ് ബുക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചാൽ നമുക്ക് കിട്ടും ഒരു 3 ദിവസം കഴിഞ്ഞേ ആദ്യ സമ്മേളനം നടക്കുള്ളൂ. അപ്പോൾ രൂപീകൃതമായത് ഡിസംബർ 6-ന് 3 ദിവസം കഴിഞ്ഞ്, അതായത് ഡിസംബർ 9-നാണ് നമ്മുടെ ആദ്യ സമ്മേളനം നടന്നത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടന്നു. അതിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ചോദ്യം വരും, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആര് എന്ന് ചോദ്യം വന്ന, അല്ലെങ്കിൽ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദ്യം വന്ന അത് ഡോക്ടർ
സച്ചിദാനന്ദ സിൻഹയാണ്. ഈ ഒരു വേർഡ് ശ്രദ്ധിച്ചോ, ആദ്യ സ്ഥിര അധ്യക്ഷൻ. ഓക്കെ, ആദ്യ സ്ഥിര അധ്യക്ഷൻ എന്ന് ചോദ്യം വന്നാലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അപ്പൊ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും അദ്ദേഹം താൽക്കാലികമാണെങ്കിലും ആദ്യ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യ സ്ഥിര അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വന്നാലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ഡിസംബർ 9 നടന്ന ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡിസംബർ 11 ആര് മാറിയത്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ മാറി സ്ഥിര അധ്യക്ഷനായി ആര് വന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നീട് ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പൊ എത്ര ഡേറ്റ് ഒന്ന് പഠിച്ചു നോക്കുക. ഈ ലക്ഷ്യപ്രമേയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറി അല്ലേ? അപ്പൊ ആമുഖത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഈ ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറി. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് നമ്മൾ പഠിച്ചു. എപ്പോഴാണ്? 1946 ഡിസംബർ 6. ഇനി നിങ്ങൾ കൂടെ പറഞ്ഞു പോണേ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഓക്കെ, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം, ഇനി എണ്ണം ഞാൻ പഠിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത് നമുക്കറിയാം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉണ്ടാവേണ്ട ഡേറ്റ്, അതായത് ഓപ്ഷനിൽ ഉണ്ടാവേണ്ട എണ്ണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. അതായത് 207 നമ്മുടെ ഉത്തരം വരുന്നത്. ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഉണ്ടാവും അറിയോ? 209 ഉണ്ടാവും. കൺഫ്യൂഷൻ ആക്കാനാണ്. 7ഉം 9ഉം പലർക്കും കൺഫ്യൂഷൻ ആവും. 209 അംഗങ്ങളിൽ നിന്ന് ഉണ്ടാവും. പിന്നെ 389 അംഗങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ 299 അംഗങ്ങളും ചിലപ്പോൾ ഉണ്ടാവും. നമ്മുടെ ഉത്തരം എത്രയാണ്? 207. ഇനി അത് കണ്ടുപിടിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരട്ടെ. ഇതും മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ബാക്കി ഞാൻ ഇന്ന് തന്നെ പഠിപ്പിച്ചു പോകും. ഓക്കെ, ഇത് നിങ്ങൾ പേടിക്കണ്ട. ഇത് നിങ്ങൾക്ക്, ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം. ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9. ഇതൊന്ന് ഫുള്ള് കൂട്ടി നോക്ക്. അതായത് 2 + 0 + 7. 2 + 0 പറഞ്ഞാൽ 2 തന്നെയാണ്. പിന്നെ 2 + 7 എത്രയാണ്? 9 ആണ്. അപ്പോൾ ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നു. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം അവിടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കൂട്ടിയിട്ട് തന്നെ കണ്ടുപിടിക്കാം. അങ്ങനെ കൺഫ്യൂഷൻ വരുന്നവർ മാത്രം അങ്ങനെ കൂട്ടാനൊക്കെ പോയാൽ മതി. സിമ്പിൾ ആയിട്ട് പഠിച്ചോ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 207 ആണ്. ഓക്കെ, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9 ആണ്. ഓക്കെ, ഇതും അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഡിസംബർ 9 ആദ്യ സമ്മേളനം 9 വനിതകൾ പങ്കെടുത്തു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണമാണ്. നമുക്ക് ഇതിൽ കുറച്ച് കണക്കുകൾ പഠിക്കാണ്ട്, അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 ആളുകളാണ്. അതിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. 207 ആളുകളിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ 207 ആളുകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കണക്കുകൾ നമുക്ക് പഠിക്കാണ്ടെന്ന്. കാരണം ഈ കണക്കുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്, അടുത്ത പേജിൽ നമുക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്കൊന്ന് ഏകദേശം റെഡിയാക്കി തരാം. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് ഇപ്പുറത്ത് പോകാൻ നല്ലത്, കുറച്ച് സ്ഥലം വേണം. ഓക്കെ, ശ്രദ്ധിച്ച് പഠിച്ചോ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 389 ആണ്. ഓക്കെ, ആകെ അംഗങ്ങൾ 389 അംഗങ്ങളാണ്. ആകെ അംഗങ്ങളുടെ എണ്ണം 389. അതിൽ എത്ര മലയാളികൾ ഉണ്ട് എന്ന് ചോദ്യം വരും, എത്ര വനിതകൾ ഉണ്ട് എന്നൊക്കെ ചോദ്യം വരും. അപ്പൊ ഈ 389 അംഗങ്ങളിൽ 17 വനിതകളാണ് ഉണ്ടായിരുന്നത്, 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. ഇത് രണ്ടും ഒരേതാണ്. ഓക്കെ, 17 വനിതകളും 17 മലയാളികളും. ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പൊ ആദ്യം ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 389 അംഗങ്ങളായിരുന്നു. ഓക്കെ, 389 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 17 വനിതകൾ ഉണ്ടായിരുന്നു, 17 മലയാളികളും ഉണ്ടായിരുന്നു. ഈ മലയാളികളിൽ 3 വനിതകൾ ഉണ്ടായിരുന്നു. അപ്പം മലയാളി വനിതകളുടെ എണ്ണം ചോദിച്ചാൽ അത് എത്രയാണ്? അത് 3 ആണ്. ഓക്കെ, മലയാളി വനിതകളുടെ എണ്ണം ചോദിച്ചാൽ അത് 3. ഇപ്പൊ ഈ കണക്ക് എന്തൊക്കെ പഠിച്ചു? ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 389 അംഗങ്ങളാണ് ആകെ അംഗങ്ങളുടെ എണ്ണം. പിന്നെ മലയാളികളുടെ എണ്ണവും പഠിച്ചു, വനിതകളുടെ എണ്ണവും പഠിച്ചു. വനിതകൾ എത്രയാണ്? 17 വനിതകളും 17 മലയാളികളും ഉണ്ടായിരുന്നു. മലയാളി വനിതകളുടെ എണ്ണം ചോദിച്ചാൽ അത് 3 ആണ്. ആ 3 ആളുകൾ ആരൊക്കെയാണ്?
അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് 3 എണ്ണമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. ഇതെന്താണ്? 3 ആളുകളാണ്. ഈ 3 എണ്ണം നിങ്ങൾക്ക് എന്തൊക്കെ തരുന്നുണ്ടോ അതൊക്കെ പറ്റുന്ന അത്രയും കാണാതെ തന്നെ പഠിക്കുക. കാരണം അവർക്ക് സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ഇതിൽ പെടാത്തത് ആര്? അപ്പൊ ചോദ്യം വരും, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളിൽ പെടാത്തത് ആര്? പെടുന്നത് ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ കണക്കൊന്ന് ശ്രദ്ധിച്ചോ. 389 ആണ് ആകെ ആളുകളുടെ എണ്ണം, അതായത് ആകെ അംഗങ്ങളുടെ എണ്ണം 389. പിന്നെ 17 വനിതകൾ, 17 മലയാളികൾ, 3 മലയാളി വനിതകൾ. ഇനി വിഭജനത്തിന് ശേഷം നമുക്കൊരു വിഭജനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ആളുകൾ സ്ഥലം മാറി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്നും ഇന്ത്യയിൽ നിൽക്കൂല. അപ്പൊ വിഭജനത്തിന് ശേഷം ആകെ ആളുകളുടെ എണ്ണം ചോദിച്ചാൽ മാറൂലേ? കുറെ ആൾക്കാർ ഇതിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് പഠിക്കാം. വിഭജനത്തിന് ശേഷം ആകെ അംഗങ്ങളുടെ എണ്ണം 299 ആണ്. ഓക്കെ, 299 ആണ് ആകെ അംഗങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ആദ്യം 389 അംഗങ്ങൾ ഉണ്ടായിരുന്നത് ആകെ 299ലേക്ക് മാറി. ഇവിടെ നമ്മൾ പഠിച്ചു 17 വനിതകൾ ഉണ്ടായിരുന്നു. വനിതകൾ 17 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് ആൾക്കാർ പോകാൻ ചാൻസ് ഇല്ലേ? അപ്പൊ ഈ 17 വനിതകളിൽ നിന്നും 2 ആളുകൾ പോയി. പിന്നെ എത്രയായി? 15 മാറി. ഓക്കെ, 15 വനിതകളായി. പിന്നെ ഇവിടെ മലയാളികളാണ്. മലയാളികൾ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ, 17 തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ 3 ആളുകളും അവിടെ തന്നെ പെടും. അപ്പൊ അത് നോക്കണ്ട. ഇപ്പൊ എത്ര കാര്യങ്ങൾ, കാരണം ഈ 3 ആളുകൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഈ മലയാളികളിൽ തന്നെ പെടുന്ന ആളുകളല്ലേ ഈ 3 എണ്ണം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ എന്നിവരും. അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? കാരണം ചോദ്യം വരും, അതായത് വിഭജനത്തിന് ശേഷം ആളുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് തന്നെ ചോദ്യം വായിച്ചിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ സാധനം ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതകളുടെ എണ്ണം തന്നിട്ട് താഴെ ചിലപ്പോൾ 17 എന്നത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ, 17 ഓപ്ഷനിലില്ലാതെ 15 മാത്രമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 15 ആണ് നമ്മുടെ ഉത്തരം. നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏത് ചോദ്യം വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പഠിച്ചു ഇവിടെ വിഭജനത്തിന് മുൻപാണ് 17 വനിതകൾ ഉണ്ടായിരുന്നത്, വിഭജനത്തിന് ശേഷം 15 വനിതകളാണ്. അപ്പൊ ചോദ്യം ശരിക്കും ശരിയാണ്, 15 എന്ന് മാത്രം ആൻസർ തന്നാലും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചിട്ട് 17 അവിടെ കൊടുക്കാതെ 15 ഉണ്ടെങ്കിൽ 15 ആണ് നമ്മുടെ ഉത്തരം. പിന്നെ 17 അവിടെ ഇല്ലാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുമെന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 389 ആണ്. പിന്നീട് എത്രയായി? വിഭജനത്തിന് ശേഷം 299 അംഗങ്ങളായി. അതുപോലെ തന്നെ 17 വനിതകൾ ഉണ്ടായിരുന്നു. വനിതകൾ 2 ആൾ പോയി, 15 വനിതകളായി മാറി. 17 മലയാളികൾ അവിടെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല അല്ലെ? മലയാളികൾ ഇവിടെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ മലയാളി വനിതകളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ കണക്ക് ഏകദേശം ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ആദ്യം എത്രയായിരുന്നു? അതായത് വിഭജനത്തിന് മുമ്പ്, അങ്ങനെ ചോദ്യം വരില്ല. ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 389 ആണ്. വിഭജനത്തിന് ശേഷം ഒരുപക്ഷെ പ്രത്യേകം ചോദ്യം വരും, വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 299 ആണ്. ഇപ്പൊ ശ്രദ്ധിച്ചല്ലോ, കിട്ടിയല്ലോ. അപ്പൊ ആദ്യം 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് അത് 299 അംഗങ്ങളായി മാറി. 17 വനിതകൾ ഉണ്ടായിരുന്നു, പിന്നീട് എത്ര വനിതകളായി മാറി? വിഭജനത്തിന് ശേഷം 2 ആളുകൾ പോയി, അപ്പോൾ എത്രയായി? 15 വനിതകളായി മാറി. ഓക്കെ, മലയാളികൾ 17 അവിടെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ മലയാളി വനിതകളും അവിടെ തന്നെ ഉണ്ട്. മലയാളി വനിതകളുടെ പേരെന്താണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഇതിലിപ്പോ പറഞ്ഞ പോയിന്റ്സ് കിട്ടിയല്ലോ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. അതെ, നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-ന്. ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9-ന്. താൽക്കാലിക അധ്യക്ഷന്മാർ സ്ഥിര അധ്യക്ഷനായത് ഡിസംബർ 11-ന്. നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഡിസംബർ 13-ന്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. മുസ്ലിം ലീഗ് ഈ സമ്മേളനത്തെ ബഹിഷ്കരിച്ചു. ഓക്കെ, നമ്മൾ ആദ്യ സമ്മേളനം പഠിച്ചിരുന്നു. അതായത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9, പങ്കെടുത്ത ആകെ ആളുകളുടെ എണ്ണം 207 എന്നൊക്കെ പഠിച്ചിരുന്നു. അതിൽ അടുത്ത പോയിന്റ് ആണ്, മുസ്ലിം ലീഗ് ഈ സമ്മേളനത്തെ ബഹിഷ്കരിച്ചു. ഓക്കെ, മുസ്ലിം ലീഗ് ഈ സമ്മേളനത്തെ സപ്പോർട്ട് ചെയ്തു, അതായത് സഹായിച്ചു, സഹകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് തെറ്റാണ് അല്ലേ? ഈ സമ്മേളനത്തെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ആദ്യ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോ. ആദ്യ സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദ്യം വരും. ഓക്കെ, ആദ്യ സമ്മേളനം നടന്നത് എവിടെയെന്ന് ഒന്ന് പഠിച്ചു വെച്ചോ. അപ്പൊ എവിടെ വെച്ചിട്ടാണ്?
ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നത്. എന്തിന്റെ? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. പലർക്കും കൺഫ്യൂഷൻ വരുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭ, ഒന്ന് INC.യുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിക്കുന്നതും ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് എവിടെയെന്ന് ചോദിക്കുന്നതും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ INC.യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി എന്ന് ചോദിച്ചാലാണ് ബാരിസ്റ്റർ GP പിള്ള. ഇതിന്റെ ആദ്യ സമ്മേളനത്തിൽ മലയാളികളെ നമുക്ക് പഠിക്കാമല്ല. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ച് പഠിക്കാം. അപ്പൊ ആദ്യ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നറിയപ്പെടുന്നു. അപ്പൊ ചിലപ്പോൾ അതൊരു ചോദ്യം വരും. അതായത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നറിയപ്പെടുന്നു. സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് പഠിച്ചോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനിയാണ് ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അത് ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? JB കൃപലാനി. ഓപ്ഷനിൽ ആരുണ്ടാവും? ജവഹർലാൽ നെഹ്റു ഉണ്ടാവും. തെറ്റാണ്. ആരാണ്? JB കൃപലാനിയാണ്. JB കൃപലാനി. ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സംഭവം കിട്ടും. കാരണം ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അധ്യക്ഷനാക്കിയത്. ഓക്കെ, ഏറ്റവും പരിചയസമ്പത്തുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദ്യ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. അപ്പൊ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എന്നായിരുന്നു ആ താൽക്കാലിക അധ്യക്ഷൻ ഉണ്ടായിരുന്നത്? ഡിസംബർ 9 ആദ്യ സമ്മേളനത്തിൽ ആദ്യ സ്ഥിര അധ്യക്ഷൻ, ഈ വാക്ക് ശ്രദ്ധിച്ചു, ആദ്യ സ്ഥിര അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആദ്യ സ്ഥിര അധ്യക്ഷൻ. സ്ഥിരമായി ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് ആദ്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ. താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ പഠിച്ച ഡേറ്റ് ആണ് ഡിസംബർ 11. ഡിസംബർ 11 താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷൻ ചുമതലയേറ്റത്. താൽക്കാലിക അധ്യക്ഷൻ ഡിസംബർ 9 ഉണ്ടായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. ഓക്കെ, അപ്പൊ അത് ഡിസംബർ 11. ഈ ഡേറ്റുകൾ നമ്മൾ പഠിച്ചതാണ്. ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ഈ പേരെന്ന് പഠിച്ചു വെച്ചോ. JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഓക്കെ, അടുത്ത നോക്കാം. ഭരണഘടനാ നിയമ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? HC മുഖർജി, പിന്നെ ആരാണ്? VT കൃഷ്ണമാചാരി. ഈ രണ്ട് പേരുകളൊന്ന് പഠിച്ചു വെച്ചോ. ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് പഠിച്ചോ. HC മുഖർജി, VT കൃഷ്ണമാചാരി. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നമ്മൾ പഠിച്ച ഡേറ്റ് ആണ് ഡിസംബർ 13. ഡിസംബർ 13. ഇനി നമ്മൾ പഠിക്കാത്തൊരു ഡേറ്റ് കൂടി ഇവിടെ ഉണ്ട്. എന്താണ്? 1946 ജനുവരി 22 ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. അവതരിപ്പിച്ചത് നമ്മൾ പഠിച്ചു ഡിസംബർ 13. 46 അല്ല കേട്ടോ, 47 1947 ജനുവരി 22 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. ഈ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണേ. 1947. അത് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ കിട്ടും. കാരണം 46 ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് പിന്നോട്ട് പോയിട്ട് ജനുവരിയിൽ പിന്നെ അംഗീകരിക്കൂല. പിന്നെ കഴിഞ്ഞു വരുന്ന വർഷം, അതായത് 47 ജനുവരി 22 ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ 1947 ജനുവരി 22. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് പഠിച്ചു വെക്കണം. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ജനുവരി 22 1947 ജനുവരി 22. 46 പിന്നെ ജനുവരിയിലേക്ക് വരില്ല, കാരണം ഡിസംബറിലാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പൊ 1947 ജനുവരി 22. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. അടുത്തത് ഭരണഘടനാ നിയമ നിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമല്ലേ? 389 ആണ്. 389 അംഗങ്ങളാണ് ആകെ അംഗങ്ങൾ. ഇത് ആദ്യത്തെയാണ് കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ആകെ അംഗങ്ങളുടെ എണ്ണം 389. ഇതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. ഈ കണക്കോടൊന്ന് പഠിച്ചു വെച്ചോ. 296 പിന്നെ എത്രയാണ്? 93.
296 93 ഈ കണക്കും ഒന്ന് പഠിച്ചു വെച്ചോ. അതായത് 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. അപ്പൊ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്രയാണ്? 93 അംഗങ്ങളാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്ന് എത്രയാണ്? 296 അംഗങ്ങളാണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. 296 അംഗങ്ങളിൽ 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും ആയിരുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് വായിക്കുമ്പോൾ ക്ലിയർ ആയിക്കോളും. അപ്പൊ ആദ്യം പഠിച്ച കണക്ക് 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നാണ് 296. പിന്നെ 93 അംഗങ്ങളാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നത്. ഈ 296 അംഗങ്ങളിൽ 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും ആയിരുന്നു. ഓക്കെ, ചീഫ് കമ്മീഷണർമാരുടെ ഈ 4 അംഗങ്ങളുടെ ഈ 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ നമുക്ക് പഠിക്കാണ്ട്. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതൊക്കെയാണ്? ഡൽഹി, പിന്നെ ഏതാണ്? അജ്മീർ. ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ ശ്രദ്ധിച്ച് പഠിക്കട്ടോ. ഈ ബലൂചിസ്ഥാൻ ഇപ്പൊ പാകിസ്ഥാന്റെ ഭാഗമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? 4 പ്രവിശ്യകൾ: ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഓക്കെ, 4 പ്രവിശ്യകളാണ്. ഒന്നുകൂടെ പഠിച്ചു വെച്ചോ. ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. അപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആയി. ഈ കണക്കുകൾ ഒന്നുകൂടെ നോക്ക്. 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നാണ്. ഓക്കെ, 296 അംഗങ്ങൾ, 93 അംഗങ്ങൾ എവിടെ നിന്നാണ്? നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. ഈ 2 കണക്കാണ് ഇവിടെ ഇപ്പൊ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് 296ഉം 93ഉം 296ഉം 93ഉം. പിന്നെ ഈ 296ൽ 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും ആയിരുന്നു. ആ 4 സ്ഥലങ്ങളാണ് നമ്മൾ പഠിച്ചത്. 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളാണ് ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. അടുത്തത്, ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യാനുപാതം അനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. 3 വിഭാഗങ്ങൾ, അതായത് വീതിച്ചു നൽകിയ 3 വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് മുസ്ലിങ്ങൾ, പിന്നെ സിഖുകാർ, പിന്നെ ഏതാണ്? പൊതുവിഭാഗം എന്നിങ്ങനെ 3 ആയിട്ടാണ് വീതിച്ചു നൽകിയത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച്, അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചോ. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോകാനുള്ളതേ ഉള്ളൂ. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള 296 സീറ്റുകളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. 296 സീറ്റ് പറഞ്ഞാൽ എങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്? എവിടെയാണ്? നമ്മളിപ്പോൾ പഠിച്ചതല്ലേ. ഒന്ന് നാട്ടുരാജ്യം 93 ആണെങ്കിൽ ഇപ്പൊ ഈ 296 ഏതിലാണ് വരിക? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ വരിക. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ എവിടേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്നത്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റും ക്ലിയർ ആയി. അടുത്ത നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി പഠിച്ചു വെച്ചോ. കോൺഗ്രസ് ആണ്. ഓക്കെ, കോൺഗ്രസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഓക്കെ, കോൺഗ്രസ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 208 സീറ്റും മുസ്ലിം ലീഗ് 73 സീറ്റും ബാക്കിയുള്ള 15 സീറ്റ് സ്വതന്ത്രരും നേടി. അപ്പോൾ ഏറ്റവും കൂടുതൽ 82% സീറ്റുകൾ ആർക്കാണ് ലഭിച്ചത്? കോൺഗ്രസിനാണ് ലഭിച്ചത്. മുസ്ലിം ലീഗിന് എത്രയാണ്? 73 സീറ്റാണ് ലഭിച്ചത്. ഇവർക്ക് എത്രയാണ്? അതായത് കോൺഗ്രസിന് എത്രയാണ്? 208 സീറ്റുകൾ ലഭിച്ചു. 208, മുസ്ലിം ലീഗിന് 73 സീറ്റ്. ഈ കണക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. 208 സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്. 208 സീറ്റ്, അതായത് 82% മാർക്കാണ് ലഭിച്ചത്. 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. ഓക്കെ, അപ്പോൾ മുസ്ലിം ലീഗിന് 73 സീറ്റും ബാക്കിയുള്ള 15 സീറ്റ് സ്വതന്ത്രരും നേടി. ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ എത്രയാണ്? മലയാളികളുടെ എണ്ണം നമ്മൾ പഠിച്ചതാണ്. എത്രയാണ്? 17 മലയാളികൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അതുപോലെ തന്നെ വനിതകളും 17 ആയിരുന്നു. ഓക്കെ,
ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം 3 ആണ്. ഓക്കെ, 3. ആ 3 ആളുകളുടെ പേരും നമ്മൾ നേരത്തെ പഠിച്ചു. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ എന്നിവരാണ് ആ 3 ആളുകൾ. ഓക്കെ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ എന്നിങ്ങനെ 3 പേരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളായിട്ട് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാണ്? ബീഗം ഐസ്വാസ് റസൂലാണ്. ബീഗം ഐസ്വാസ് റസൂലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത. ബീഗം ഐസ്വാസ് റസൂലാണ്. ബീഗം ഐസ്വാസ് റസൂൽ. ഈ പേരും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, മലയാളി വനിതകളുടെ പേര് നമ്മൾ പഠിച്ചു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ആണ്. ഓപ്ഷനിൽ ആരുണ്ടാവും? ആനി ബസന്റ് ഉണ്ടാവും. ആനി ബസന്റ് അല്ല, ആനി മസ്ക്രീൻ ആണ്. ആനി മസ്ക്രീൻ. സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. ദാക്ഷായണി വേലായുധൻ. അപ്പൊ ഈ മലയാളി വനിതയുടെ പേര് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതല്ലേ? എന്താണ്? സഭയിൽ അംഗമായ ഏക ദളിത് വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധൻ. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്തത് എന്താണ്? ആനയാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്തത് ആനയാണ്. ഓക്കെ, ആന നമ്മുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് ആന. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്താണ് ആനയുടെ ശാസ്ത്രീയ നാമം. നമ്മളിപ്പോൾ പഠിക്കേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്തത് ആനയാണ്. സഭയുടെ നിയമോപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? BN റാവു ആണ്. BN റാവു. ഈ പേര് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട വ്യക്തിയാണ് BN റാവു. ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് MN റോയ് ആണെങ്കിൽ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് BN റാവു ആണ്. അപ്പൊ ഈ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. സഭയുടെ നിയമോപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിക്കും. ആരാണ്? BN റാവു ആണ്. BN റാവു. സഭയുടെ സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ ആണ്. HVR അയ്യങ്കാർ ആയിരുന്നു സഭയുടെ സെക്രട്ടറി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറിയാണ് HVR അയ്യങ്കാർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 1947 നവംബർ 17 എപ്പോഴാണ്? 1947 നവംബർ 17. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് നമ്മൾ പഠിച്ചു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി സഭയുടെ സ്പീക്കർ ആരാന്ന് ചോദിക്കും. GV മാവിലങ്കാർ ആണ്. GV മാവിലങ്കാർ ആണ് സഭയുടെ സ്പീക്കർ. ഓക്കെ, അപ്പൊ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സഭയുടെ സ്പീക്കർ ആരാണ്? GV മാവിലങ്കാർ ആണ് സഭയുടെ സ്പീക്കർ. അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പൊ പഠിച്ചൊക്കെ ക്ലിയർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്തത് ആനയാണ് കേട്ടോ. ആന. ഓക്കെ, സഭയുടെ നിയമോപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് BN റാവു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട വ്യക്തിയാണ് BN റാവു. സഭയുടെ സെക്രട്ടറിയാണ് HVR അയ്യങ്കാർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 1947 നവംബർ 17 നവംബർ 17. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറാണ് GV മാവിലങ്കാർ. ഓക്കെ, അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ. നമ്മൾ തുടക്കത്തിലെ പഠിച്ച കാര്യങ്ങളാണ്, ഒന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് പോവുക. ഓക്കെ, സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389 ആയിരുന്നു. പിന്നീട് അത് എന്താണ്? വിഭജനത്തിന് ശേഷം എത്രയായി? 299 അംഗങ്ങളായി മാറി. 299 അംഗങ്ങളായി. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296 ആളുകൾ ഉണ്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 ആളുകൾ ഉണ്ടെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുള്ള 296 ആളുകൾ പിന്നീട് എത്രയായി കുറഞ്ഞു? 229 ആയി. 229. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 ആളുകൾ ഉണ്ടായിരുന്നത് 70 ആയി. എത്രയായി? 93 എത്രയായി മാറി? 70 ആയി മാറി. ഓക്കെ, 93 70 ആയി. വനിതകൾ 17 എത്രയായി? 15 വനിതകളായി. മലയാളികൾ 17 ഉണ്ടായിരുന്നത് 17 തന്നെ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചല്ലോ 17 മലയാളികൾ എങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കി നോക്കാം. 389 അംഗങ്ങളാണ് ആകെ അംഗങ്ങൾ. ആകെ 389 ആൾക്കാരുണ്ടായിരുന്നു. അതിന് കുറെ എണ്ണം പോയി. അപ്പൊ എത്രയായി കുറഞ്ഞു? 299 ആയി മാറി. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296 ആളുകൾ ഉണ്ടായിരുന്നു. അത് 229 ആളുകളായി
കുറഞ്ഞു. ഓക്കെ, 229. 93 നാട്ടുരാജ്യങ്ങൾ പിന്നീട് എത്രയായി? 70ആയി. ഓക്കെ, 70 നാട്ടുരാജ്യങ്ങളിൽ നിന്നും 70 ആളുകളായി കുറഞ്ഞു. പിന്നെ എന്താണ്? വനിതകൾ 17 ഉണ്ടായിരുന്നത് 15 ആയിട്ടും കുറഞ്ഞു. 2 വനിതകളാണ് പോയത്. അപ്പൊ 17 ഉണ്ടായിരുന്നത് 15 വനിതകളായി. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരും 17 മലയാളികൾ ഉണ്ടായിരുന്നത് 15 മലയാളികളായി മാറിയെന്ന് സ്റ്റേറ്റ്മെന്റ് തരും. അത് പഠിച്ച ആളുകളെ കുഴപ്പിക്കാനുള്ള സാധനമാണ്. ഓക്കെ, നമുക്ക് ആ ഒരു കണക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. 17 എന്നുള്ളത് 15 ആയിട്ടുണ്ട് നമ്മൾ ഉണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കാതെ പോയി മലയാളികൾ എന്നുള്ളത് നമ്മൾ പോയിട്ട് ശരി ഇട്ട് വെക്കും. കാരണം ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നമ്മൾ പോയിട്ട് കറുപ്പിക്കും. ശ്രദ്ധിച്ചു വായിക്കണം. വനിതകൾ മാത്രമാണ് പോയിട്ടുള്ളത്. 17 വനിതകളിൽ നിന്നാണ് 2 ആളുകൾ പോയിട്ടുള്ളത്. 15 വനിതകളായി മാറിയത്. മലയാളികൾ എങ്ങോട്ടും പോയിട്ടില്ല, നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ കണക്കുകളൊക്കെ ക്ലിയർ ആയല്ലോ. ഒരു വട്ടം കൂടെ നമുക്ക് നോക്കാം. 389 അംഗങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം 389 അംഗങ്ങൾ. അത് എത്രയായി? 299 ആയി. 296 അംഗങ്ങൾ ഉണ്ടായിരുന്നത് 229 ആയി. അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യ 296 ഉണ്ടായിരുന്നത് 229 ആയി. 93 നാട്ടുരാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നത് 70 ആയി കുറഞ്ഞു. 17 വനിതകൾ 15 വനിതകളായി. മലയാളികൾ അവിടെ തന്നെ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ കണക്ക്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഏകദേശം ക്ലിയർ ആയല്ലോ, കണക്കൊക്കെ സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അതായത് ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് ചോദിക്കും. കാരണം നല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു പോയിട്ടുണ്ട്. ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യ സ്ഥിര അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അത് അവിടെ ക്ലിയർ ആയി. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 17 വനിതകളുണ്ട്. അതാണ് 15 ആയിട്ട് കുറഞ്ഞത്. 17 മലയാളികളുണ്ട്. അത് അവിടെ തന്നെ ഉണ്ട്. 3 മലയാളി വനിതകളുണ്ട്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അവിടെയും ഉണ്ട് കൺഫ്യൂഷൻ. ആനി ബസന്റ് എന്നത് ഓപ്ഷനിൽ ഉണ്ടാവും, ശ്രദ്ധിക്കണം. ആനി മസ്ക്രീൻ ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ക്ലിയർ ആയി. പിന്നെ നമുക്ക് പഠിക്കാണ്ട് 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്. ഇങ്ങനെ ഒരു സഭ ഉണ്ടായത് 1946 ഡിസംബർ 6-നാണ്. എന്നാൽ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഡിസംബർ 9-ന്. ഡിസംബർ 11-നാണ് താൽക്കാലിക അധ്യക്ഷനായ സച്ചിദാനന്ദ സിൻഹ മാറി സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നത്. ഓക്കെ, പിന്നെ കുറച്ച് കണക്കുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിനല്ല വിഭജനത്തിന് ശേഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. കണക്കുകളൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ കുറെ വട്ടം പറഞ്ഞല്ലോ. അപ്പൊ കണക്കുകളൊക്കെ ഏകദേശം ഇപ്പോൾ സെറ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം ഇന്ന് പഠിച്ച അത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.